ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കരയറ്റുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധി, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് തരുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്ര വിശ്വസ്തയോടെ കരുണയോടെ നമ്മളെ എല്ലാവരെയും നടത്തി, നമ്മെ കർത്താവ് സൂക്ഷിച്ചു, പരിപാലിച്ചു, നമ്മുടെ പ്രാർത്ഥനകളെ കേട്ടു. എല്ലാം ഓർത്ത് നന്ദിയോടെ കർത്താവിനെ നമുക്ക് മഹത്വം കരയറ്റിക്കൊണ്ടായിരിക്കാം. ഇന്ന് രാവിലെ നമ്മൾ ദൈവവചന പഠനത്തിനായിട്ട് വീണ്ടും അവസരമുണ്ടല്ലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. വിശേഷാൽ നമ്മൾ പർവ്വത പ്രസംഗത്തിൽ നിന്ന് ഭാഗ്യാവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പാൻ ആരംഭിച്ചത്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ദൈവം അനുവദിച്ചാൽ അത് ഇന്ന് അവസാനിപ്പിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. അടുത്ത അവസരത്തിൽ നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക്, ഭാഗ്യാവസ്ഥയിലേക്ക് പോകുവാൻ ശ്രമിക്കും. ഒന്നാമത്തെ കാര്യം 3-ാം വാക്യത്തിൽ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. അവിടെ കർത്താവ് പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, കാരണം സ്വർഗരാജ്യം അവർക്കുള്ളത്. അവരുടെ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് ആത്മാവിൽ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നുള്ളതാണ്. കർത്താവിൻ്റെ രാജ്യം അവർക്കുള്ളതാണ്, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർക്ക്. പല എക്സാമ്പിൾസിനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുവാനിടയായി. ഇനി അതിലേക്കെല്ലാം ഞാൻ പോകുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ചില നെഗറ്റീവ് എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു. നമുക്ക് മാതൃകകളല്ലാത്ത, നമ്മെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ചില എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ആലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയ പരീക്ഷനെക്കുറിച്ച് നമ്മൾ കണ്ടു. ധനികനായ കൃഷിക്കാരൻ തൻ്റെ വിളവെല്ലാം കൂട്ടിവെച്ച് തന്നോട് തന്നെ പറയുന്ന ആ ഭാഗം നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നെബൂഖദ്നേസർ തൻ്റെ നേട്ടങ്ങളെ നോക്കിക്കൊണ്ട്, ഇത് ഞാൻ പടുത്തുയർത്തിയ മഹദിയാം ബാബിലോൺ അല്ലയോ എന്ന് പറയുന്ന അതിനെക്കുറിച്ച് നമ്മൾ കാണാനിടയായി. ലവോദിക്ക സഭയെക്കുറിച്ച് നമ്മൾ കണ്ടു. ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറയുന്ന ലവോദിക്ക. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ചത്, ഞാൻ ലാസ്റ്റ് ടൈമിൽ ക്ലാസ് എടുത്തപ്പോൾ പറയുവാൻ തുടങ്ങിയ പോസിറ്റീവ് എക്സാമ്പിൾസിനെ കുറിച്ചാണ്. നമുക്ക് മാതൃകകളായി സ്വീകരിക്കാൻ പറ്റുന്ന ചില ഉദാഹരണങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അവ ഏതൊക്കെയാണ്? ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, അതേ ആലയത്തിലേക്ക് പ്രാർത്ഥിപ്പാൻ പരീശൻ പോയതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ പോയ മറ്റൊരാളുണ്ടല്ലേ, ഒരു ചുങ്കക്കാരനുണ്ട്. ഇവിടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? യെസ്, കമോൺ. എല്ലാവരും ഒന്ന് അറ്റൻറ്റീവായിട്ടിരുന്നേ, വളരെ ഒരു സ്മൈലിംഗ് ഫേസോടെ ഇരുന്നേ. വെറുതെ ചിരിക്കുകയൊന്നും വേണ്ട, ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്ലസൻ്റായിട്ടൊക്കെ ഒന്ന് ഇരുന്ന് എല്ലാവരും ഒരു നമ്മൾ ഇത്ര വല്ലാത്തൊരു അലസതയും ഒരു നിഷ്ക്രിയത്വമൊക്കെ കാണുന്നു. അത് പാടില്ല. നമുക്കൊരു ദൈവസന്നിധിയിലെ ഒരു വീറും ഒരു ആവേശമൊക്കെ ഉണ്ടാകണം. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് അങ്ങനെ ആയിരിക്കാം. നല്ല മാതൃകകൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. നമ്മൾ ആത്മാവിലുള്ള ദാരിദ്ര്യം നമ്മൾ തിരിച്ചറിയാനായിട്ട്. അതാരൊക്കെയാണ്? നമ്മൾ അതേ ആലയത്തിലേക്ക് പരീശൻ പോയതുപോലെ പ്രാർത്ഥിക്കാൻ പോയൊരു ചുങ്കക്കാരനുണ്ട്. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നവൻ ദൂരവേ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, കർത്താവേ, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങി. അതാ കോൺട്രാസ്റ്റ്. അതാ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കർത്താവ് പറയുന്ന രണ്ട് വ്യക്തികളുടെ ഉപമാനങ്ങൾ. അവൻ നീതീകരിക്കപ്പെട്ട വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. മറ്റൊരു ഉദാഹരണം നമ്മൾ കണ്ട ഗിദെയോൻ്റെ ഉദാഹരണമാണ്. ഗിദെയോനോട് കർത്താവ് പറഞ്ഞു, മിദ്യാന്യരുടെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഗോതമ്പ് മെതിച്ചു കൊണ്ടിരുന്ന ഗിദെയോനോട് അല്ലേ, അപ്പം ഈ ബലത്തോടെ നീ പോക എന്ന് പറഞ്ഞ് അവനെ അയക്കാൻ തുടങ്ങുമ്പോൾ അവൻ ഏറ്റുപറയുക, കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ഏറ്റവും ചെറിയവനോ, പിന്നെ എനിക്ക് എങ്ങനെ ഇവരെ വിടുവിക്കുക? ദൈവം അവനോട് കൽപ്പിക്കുക, നീ പോയി വിടുവിക്കാനും ഒക്കെ പറയുമ്പോഴും അവന് പറയാനുള്ള, കർത്താവേ, ഞാൻ ആരാ? ഇതിനൊന്നും ഞാൻ യോഗ്യനല്ലല്ലോ. മനശ്ശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ഏറ്റവും ചെറിയവനുമല്ലോ. ആറ്റിറ്റ്യൂഡ് ഓഫ് ഹ്യൂമിലിറ്റി which many times many people do not have. മൂന്നാമത് യെശയ്യാ പ്രവാചകൻ്റെ ഉദാഹരണം 6-ാം അധ്യായത്തിൽ നിന്ന്, യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായത്തിൽ നിന്ന്
അവൻ കണ്ട വലിയ ദർശനമുണ്ട്. ദൈവത്തെ കർത്താവിനെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായിട്ട് കണ്ടു. സാറാഫുകൾ അവൻ്റെ ചുറ്റും നിന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ ആലയത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ സ്തുതിക്കുന്ന സ്തുതിയുടെ ധ്വനിയെങ്കിൽ ആലയം പുകകൊണ്ട് നിറഞ്ഞു. അവൻ്റെ വലിപ്പം, അവൻ്റെ മഹത്വം, കർത്താവിൻ്റെ മഹത്വം യെശയ്യാവ് കാണാനിടയായി. അപ്പോൾ യെശയ്യാവ് ഏറ്റുപറയുക, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. സ്വന്തം കുറവുകളെ കണ്ടെത്തുക നമ്മൾ സാധാരണ കേൾക്കുന്ന കാര്യമാണ്. എന്നാൽ അതുവരെയുള്ള പ്രവചനങ്ങളിൽ എല്ലാം യെശയ്യാവ് ഏറ്റുപറയുന്ന കാര്യം വോ അൺടു യു എന്നായിരുന്നു. നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന്. എന്നാൽ ഇവിടെ യെശയ്യാവ് ഏറ്റുപറയുക, എനിക്ക് അയ്യോ കഷ്ടം. ആത്മീകമായി നമ്മൾ ദാരിദ്ര്യത്തിലാണ് എന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ കുറവുകളെയാണ് നമ്മൾ കണ്ടെത്തുന്നത്, മറ്റുള്ളവരുടെ കുറവുകളെ അല്ല. പലപ്പോഴും നമ്മൾ വി ആർ വെരി ഗുഡ് ഇൻ ഫൈൻഡിങ് ഫോൾട്ട് വിത്ത് അതേഴ്സ്, റൈറ്റ്? മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താൻ നമ്മൾ വളരെ വളരെ കഴിവുള്ളവരാണ്. എന്നാൽ യെശയ്യാവിനെ നോക്കിക്കേ, ദൈവത്തിൻ്റെ യഥാർത്ഥ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ യെശയ്യാവ് വിളിച്ചു പറയുക, അയ്യോ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. അല്ലേ? പലപ്പോഴും നമ്മൾ കർത്താവിനെ വാസ്തവമായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് തോന്നിപ്പോവും, അല്ലേ? നമ്മുടെ അധരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മുടെ കാര്യങ്ങളോടുള്ള സമീപനങ്ങളും നമ്മുടെ പ്രതികരണങ്ങളും നമ്മുടെ ഇടപാടുകളും എല്ലാം വാസ്തവമായി നമ്മൾ കർത്താവിനെ എപ്പോഴേലും കണ്ടിട്ടുണ്ടോ? ഈ ദർശനം എപ്പോഴേലും കിട്ടിയിട്ടുണ്ടോ? എക്സാമിനേഷൻ ഓഫ് സെൽഫ്, സ്വയത്തെ ശോധന ചെയ്യുവാൻ തക്കവണ്ണം ഇടയാവുക, നമ്മുടെ കുറവുകളെ ഏറ്റുപറയുക, കറക്ഷന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുക. കറക്ഷൻ, സീക്കിംഗ് ഫോർ കറക്ഷൻ ഏറ്റവും കുറവ് കാണപ്പെടുന്ന ഒരു കാര്യമാണ്. കറക്ഷൻ എന്ന് പറയുന്ന മൊമെൻറ്റിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെടത്തില്ല. അതിനെ വളരെ നമ്മൾ പ്രതികരിക്കുന്ന രീതികൾ വളരെ വ്യത്യസ്തമായിരിക്കും. യെശയ്യാവ് ദൈവത്തോട് ഏറ്റുപറയുക, ഒരു കറക്ഷന് വേണ്ടി തന്നെ ഏൽപ്പിക്കുക. നമുക്കെല്ലാം കറക്ഷൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് കറക്ഷൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാം, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കറക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ബി റെഡി ഫോർ കറക്ഷൻസ്. മറ്റുള്ളവർ, എൽഡേഴ്സ്, പാസ്റ്റേഴ്സ്, നമ്മളെക്കാൾ അനുഭവങ്ങളുള്ളവർ, പരിചയങ്ങളുള്ളവർ, അറിവുള്ളവർ ഒക്കെ പലപ്പോഴും ഒരുപക്ഷെ നമ്മെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയാണ് വേണ്ടിയത്. പക്ഷെ പലർക്കും ഭയമാണ് കറക്ഷൻ നടത്താൻ, കറക്ഷൻ ചെയ്യാൻ. കാരണം എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ മനസ്സിൽ നമ്മളെ ഏറ്റവും വലിയ ആളുകൾ, ഏറ്റവും അധികം അറിവുള്ളവരും ഏറ്റവും അധികം പരിചയമുള്ളവരും കഴിവുള്ളവരും എല്ലാം അങ്ങനെയല്ല. വാസ്തവമായിട്ട് ദൈവത്തെ കണ്ടെങ്കിൽ വി വിൽ ബി സീക്കിംഗ് ഫോർ കറക്ഷൻ. അതിന് നമ്മൾ ഒരുങ്ങിയിരിക്കും. യേശുവിൻ്റെ ഉദാഹരണങ്ങൾ, മാതൃകകളുണ്ട്. കർത്താവ് തന്നെ പറയുന്നു, എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ മാത്രം ന്യായം വിധിക്കുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ വന്നിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നതാണ്. സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ദൈവപുത്രൻ പറയുക, ഏറ്റുപറയുക. അപ്പം നമ്മളൊക്കെ എന്തെല്ലാം ഏറ്റുപറയേണ്ടവരാ, എങ്ങനെയെല്ലാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കേണ്ടതാണ്. അടുത്തത്, അപ്പോസ്തലനായ പൗലൂസ് തൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് ഫാഗ് എൻഡ് എന്നൊക്കെ പറയാവുന്നത് പോലെ ഏതാണ്ട് അന്ത്യത്തോടടുക്കുന്ന സമയവും പൗലൂസ് വിളിച്ചു പറയുക. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പൗലൂസ് വിളിച്ചു പറയുക, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ, പിന്തുടരുന്നതേ ഉള്ളൂ. 3-ാം സ്വർഗത്തിൽ കയറി എന്ന് പറയുന്ന ആളാണ്. മനുഷ്യർക്ക് സംസാരിക്കാൻ മേലാത്ത ഭാഷ കേട്ട ആളാണ്. വലിയ കാഴ്ചകൾ ഉണ്ടായിരുന്ന, ദർശനങ്ങൾ ലഭിച്ച മനുഷ്യനാണ്. വലിയ കൃപാവരങ്ങൾ കൊണ്ട് ശുശ്രൂഷിച്ച ആളാണ്. മരിച്ചവരെ ജീവിപ്പിച്ച ആളാണ്. സഭകൾ പ്ലാന്റ് ചെയ്ത ആളാണ്. പക്ഷേ തന്നെ നോക്കി വെച്ച് പറയാം, ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. അപ്പോസ്തലനായ പത്രോസ് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, വലിയൊരു മീൻപിടുത്തമുണ്ടായി.
അവർ പറഞ്ഞതാ, കർത്താവേ വെറുതെ ഒരു പ്രയോജനമില്ല, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തതാണെന്നെല്ലാം പറഞ്ഞതാ. പക്ഷേ ഒരു കാര്യം പറഞ്ഞു, നിൻ്റെ വാക്കിങ്കൽ ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞു. വലയിറക്കി കഴിഞ്ഞപ്പോൾ വലിയ പെരുത്ത മീൻകൂട്ടം വലയിലകപ്പെട്ടപ്പോൾ അത് കണ്ട് സംഭ്രമം പിടിച്ചെന്ന് എഴുതിയിരിക്കുന്ന പത്രോസ് കർത്താവിൻ്റെ കാൽക്കൽ വീണു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കർത്താവ് ദൂരെ പോകണമെന്നുള്ളതല്ല, അവൻ്റെ ഏറ്റുപറച്ചിൽ, അവൻ്റെ തകർച്ച, അവൻ്റെ ഒന്നുമില്ലായ്മ, അവൻ്റെ പാപം, അവൻ ആരാണെന്നുള്ള വാസ്തവമായിട്ടുള്ള തിരിച്ചറിവ്, അതാ പത്രോസിൽ നമ്മളിവിടെ കാണുന്നത്. നമുക്കൊക്കെ എത്ര അത്യന്താപേക്ഷിതമല്ലേ നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കാനും അവന് വേണ്ടി ജീവിപ്പാനും ഇറങ്ങിയവർ എന്ന് ബോധ്യമുണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങൾ അൺഇമ്പോർട്ടൻ്റാണ് പ്രിയപ്പെട്ടവരെ. അത്രയും പ്രാധാന്യമുള്ള വേറെ ഒന്നുമില്ല അല്ലേ. നമ്മുടെ കുറവുകളെ കണ്ടെത്തുക, ദൈവസന്നിധിയിൽ ദൈവഹിതത്തിനായിട്ട് സമർപ്പിക്കുക, നമ്മളങ്ങനെ കറക്ഷനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ ഒരു ചെക്ക് ഒരു ലിസ്റ്റ് ഓഫ് തിങ്സ് ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മൾ വാസ്തവമായിട്ട് സ്പിരിച്വലി പൂവർ ആണോ എന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു ചെക്ക്. സങ്കീർത്തനം 131 2-3 ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 131 2-3. എന്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും ഒന്ന് തൊട്ട് തുടങ്ങിക്കോ. യഹോവേ, എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല. എന്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ചു മിണ്ടാതാക്കിയിരിക്കുന്നു. തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു. if we are truly spiritually poor, ആത്മീകമായിട്ടുള്ള ദാരിദ്ര്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ we will be weaned of ourself. എനിക്ക് പലപ്പോഴും ആദ്യമൊക്കെ ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എന്താണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്? യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ചു നടക്കുന്നുമില്ല. എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. കാരണം എൻ്റെ പ്രാണനെ ഞാൻ താലോലിച്ച് മിണ്ടാതെയാക്കിയിരിക്കും. ടു ബി വീൻഡ് ഓഫ്, തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ ഇരിക്കുന്നു. അതൊരു പതുക്കെ ശീലമൊഴിവാക്കുന്നതിനെക്കുറിച്ചാണ് വീനിങ് ഓഫ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓൾ ഓൺ എ സഡൻ അല്ല, ബട്ട് പതുക്കെ ഒരു ശീലം ഒഴിവാക്കുക, അല്ലെ പതിയെ നമ്മുടെ ആശ്രയത്വം കുറയ്ക്കുക എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആത്മീക ദാരിദ്ര്യം, ആത്മാവിലുള്ള ദാരിദ്ര്യം നമ്മൾ തിരിച്ചറിയുന്നെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? പതിയെ സാവധാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ആശ്രയത്വം കുറയ്ക്കുക, ജഡത്തിലുള്ള ആശ്രയത്വം കുറയ്ക്കുക, നമ്മുടെ പല ശീലങ്ങളും ഒഴിവാക്കുവാനിടയാണ്. എൻ്റെ പ്രാണനെ താലോലിച്ച് ഞാൻ മിണ്ടാതെയാക്കുകയാണ്, അല്ലേ? ഗർവിച്ചിരിക്കാതെ, നിഗളിച്ചു നടക്കാതെ, ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിൽ ഇടപെടാതെ, അത്ഭുത വിഷയങ്ങളിൽ, എനിക്കറിഞ്ഞുകൂടാത്ത അത്ഭുത വിഷയങ്ങൾ, എനിക്കറിഞ്ഞുകൂടാത്ത വിഷയം പറയുമ്പം ഞാൻ മിണ്ടാതിരിക്കും, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. നമുക്കെല്ലാം ഏരിയാസ് ഉണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ, അല്ലേ? ഫുൾ പിക്ചർ നമ്മൾ കാണാത്ത കാര്യങ്ങൾ നമുക്കെല്ലാം കാണും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാത്തിനും ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല, എല്ലാറ്റിലും ഞാൻ ഇടപെടേണ്ട കാര്യമില്ല, അല്ലേ? സങ്കീർത്തനക്കാരൻ പറയാം, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. അതിന് എൻ്റെ പ്രാണനെ ഞാൻ താലോലിച്ച്, നമ്മളൊക്കെ നമ്മുടെ പ്രാണനെ ഒന്ന് താലോലിക്കണം, അല്ലേ? ഇടയ്ക്കിടയ്ക്കൊന്ന് താലോലിച്ചുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മിണ്ടാതിരിക്കാനായിട്ട് താലോലിക്കണം. മിണ്ടാനായിട്ട് നമ്മൾ താലോലിക്കാറുണ്ട്, പക്ഷേ മിണ്ടാതിരിക്കാൻ താലോലിക്കണം. കർത്താവ് നമുക്ക് കൃപ തരട്ടെ, അല്ലേ? യഥാർത്ഥമായിട്ട് ആത്മീക ദാരിദ്ര്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മൾ താലോലിച്ച്, പ്രാണനെ താലോലിച്ച് മിണ്ടാതെയാക്കും.
രണ്ടാമത്തേത്, യു വിൽ ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്. നമ്മുടെ നോട്ടം ക്രിസ്തുവിൽ തന്നെയായിരിക്കും, അല്ലേ? 2 കൊരിന്ത്യർ 3:18 വായിച്ചേ. 2 കൊരിന്ത്യർ 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. So the wonder of Christ captivating you. ക്രിസ്തു എന്ന അത്ഭുത പ്രതിഭാസം നമ്മളെ ഇങ്ങനെ ക്യാപ്റ്റിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ടോ? കർത്താവിനെ പിൻപറ്റാൻ തുടങ്ങിയ സമയത്തിൽ നിന്ന് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ നോക്കിയാൽ നമ്മുടെ ആവേശം ഒത്തിരി കുറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോക്കസ് ക്രിസ്തുവിൽ അല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഫോക്കസ് ക്രിസ്തുവിലാണെങ്കിൽ, യേശുവിലാണെങ്കിൽ, നമ്മളിവിടെ വായിച്ചതുപോലെ മൂടുപടം നീങ്ങിയിട്ടുണ്ടെങ്കിൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, നത്തിങ് ന്യൂ. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി എന്ന് പറഞ്ഞാൽ ഏത് പ്രതിമയാണ്? ആരുടെ പ്രതിമയാണ്? യേശുവിൻ്റെ പ്രതിമ. അവനെപ്പോലെ നമ്മളായിത്തീരും. എല്ലാവരും അംഗീകരിക്കുകയില്ലെന്ന് എനിക്കറിയാം. ദാറ്റ്സ് ഫൈൻ. ഫൈനല്ല, പക്ഷേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. പക്ഷേ ആകാവുന്നത്ര നമ്മുടെ ഇടയിൽ നിന്ന് ഒറ്റ ലക്ഷ്യത്തിനായിട്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ പ്രതിമയായിട്ട് എനിക്ക് രൂപാന്തരപ്പെടണം. എൻ്റെ ഇടപാടുകളിൽ ക്രിസ്തു ഉണ്ടാകണം, എൻ്റെ പ്രതികരണങ്ങളിൽ ക്രിസ്തു ഉണ്ടാകണം, എൻ്റെ തീരുമാനങ്ങളിൽ, എൻ്റെ തിരഞ്ഞെടുപ്പുകളിൽ ക്രിസ്തു ഉണ്ടാകണം. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് എനിക്ക് രൂപാന്തരപ്പെടണം. അതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യം നമ്മളെ സ്വാധീനിക്കരുത് പ്രിയപ്പെട്ടവരെ. അത് തന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അടുത്തൊരു ലക്ഷണം, ആത്മീക ദാരിദ്ര്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ യു വിൽ സ്റ്റോപ്പ് കംപ്ലൈനിങ്. യു വിൽ സ്റ്റോപ്പ്, ആ വാക്ക് നമ്മൾ കേട്ടിട്ടില്ല അല്ലേ? യു വിൽ സ്റ്റോപ്പ് കംപ്ലൈനിങ്. പരാതികൾ, പരിവേദനങ്ങൾ, പരിഭവങ്ങളെല്ലാം കുറയും കേട്ടോ. ഇസ്രായേൽ മക്കളെക്കുറിച്ച് കർത്താവ് അവരുടെ യാത്രയിൽ ഉടനീളം അവർക്കുണ്ടായിരുന്ന സ്വഭാവത്തെ എടുത്തു പറയുന്നുണ്ട്. നിങ്ങളുടെ പരാതി കേട്ട് ഞാൻ മടുത്തെന്ന കർത്താവ് പറഞ്ഞു. നമ്മൾ അങ്ങനെയല്ലല്ലോ അല്ലേ? എന്ത് കാര്യത്തിനും നമുക്ക് കംപ്ലൈൻ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്, പരാതികൾ പറയാൻ ഇഷ്ടമാണ്. എന്നാൽ നമ്മൾ മറന്നു പോവുക ദൈവത്തിൻ്റെ സോവർണിറ്റി, അവൻ്റെ പരമാധികാരം, അവൻ്റെ അധികാരം, അവൻ നടത്തുന്ന വിധങ്ങൾ നമ്മൾ മറന്നു പോവുക. നിസാര പ്രയാസങ്ങൾ, നിസാര വേദനകൾക്ക് നമ്മൾക്ക് ഭയങ്കര കംപ്ലൈൻസ്. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എത്ര അടിയും ഉപദ്രവങ്ങളും വല്ലാത്ത പീഡകളൊക്കെ നേരിടുന്ന ജനതതി ലോകമെമ്പാടുമുണ്ട്. ക്രൈസ്തവരുണ്ട്. അവരൊക്കെ എന്തു പറയണം നമ്മളെ അപേക്ഷിച്ചല്ലേ? ജയിലിൽ അടച്ചിരിക്കുന്നവരെന്ത് പറയണം? സ്വാതന്ത്ര്യത്തോടെ ആരാധിപ്പാൻ കഴിയാത്തവരെന്ത് പറയണം? സ്വത്തുക്കൾ അപഹരിച്ചുകൊണ്ട് പോയവർ എന്ത് പറയണം? അടിയും ഇടിയും നിന്നയും ദുഷിപ്പും ഒക്കെ ഏൽക്കുന്നവർ എന്ത് ചെയ്യണം? നമ്മളിവിടെ കൊച്ചു കാര്യങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവരല്ലെന്ന് എനിക്കറിയാം, എന്നാലും പലപ്പോഴും അങ്ങനെ തോന്നിപ്പോകും അല്ലേ? 1 കൊരിന്ത്യർ 10:13 ഒന്ന് വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല.
ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. മതി, താങ്ക് യു. എത്ര പരീക്ഷകൾ എനിക്കുണ്ടെന്ന് തോന്നിയാലും, എത്ര സ്ട്രഗിൾസ് എനിക്കുണ്ടെന്ന് തോന്നിയാലും, എത്ര വേദനകൾ എനിക്കുണ്ടെന്ന് തോന്നിയാലും, ഈ വാക്യങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഇനി എങ്ങനെ കംപ്ലൈൻറ്റ് പറയും? എങ്ങനെയാണ് കംപ്ലൈൻറ്റ് പറയുന്നത്? നടപ്പല്ലാത്ത പരീക്ഷ നമുക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. ആ തിരിച്ചറിവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക അല്ലേ? പിന്നെ എങ്ങനെ നമ്മുടെ അധരങ്ങൾ ഒരു പരാതിക്കായിട്ട്, ദൈവത്തിന് വിരോധമായിട്ടോ സഭയ്ക്ക് വിരോധമായിട്ടോ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വിരോധമായിട്ടോ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വിരോധമായിട്ടോ ഒരു പരാതി പറയുവാൻ നമ്മുടെ നാവ് പൊങ്ങാതെ? മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. ഇപ്പോഴും നമുക്കെല്ലാം ഉള്ള രോഗമാണേലും പീഡയാണേലും ഉപദ്രവമാണേലും ആരേലും എന്തെങ്കിലും പള്ളു പറഞ്ഞെന്നുള്ള ചിന്തയാണേലും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇതൊന്നും വലിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും. വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാം. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വൺ, യു വിൽ സീ ഗുഡ് ഇൻ അതേഴ്സ്. മറ്റുള്ളവരെ നമ്മൾ നന്മ കണ്ടെത്തും. ആത്മീക ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്ന മറ്റുള്ളവരെയും നന്മ കണ്ടെത്തുന്നതാണ്. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല, എനിക്ക് ആരുടെ ആവശ്യമില്ല, ആ ഫീലിംഗ് അല്ലല്ലോ. ഐ വിൽ സീ ഗുഡ് ഇൻ അതേഴ്സ്. നിങ്ങളെല്ലാവരും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ അടുത്തേനെ. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലായിരുന്നെങ്കിൽ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ, ഈ ശുശ്രൂഷയിൽ കൈത്താങ്ങൽ തരുവാൻ ദൈവത്തിൻ്റെ ദാസന്മാർ, ദാസിമാർ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സ് തങ്ങളെ തന്നെ മറന്ന് വിശ്വസ്തയോടെ വളരെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സമർപ്പണത്തോടെ പ്രവർത്തിക്കുന്ന അനേകരില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ആകത്തില്ലായിരുന്നല്ലേ? അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. എല്ലാവരിലുള്ള നന്മയ്ക്കായി സ്തോത്രം. എല്ലാവരുടെയും സഹായങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരെ നന്മ കണ്ടെത്തുവാൻ ശ്രമിക്കുക. വന്ന വഴിയിൽ ദൈവം നടത്തിയെന്ന് നമ്മൾ പറയും. ദൈവം നടത്തിയതാണ് ഡെഫിനറ്റ്ലി. പക്ഷെ അതിന് മുഖാന്തരങ്ങളായി തീർന്ന അനേക ഹ്യൂമൻ ഇൻസ്ട്രുമെൻസ് ഉണ്ട്, മാനുഷികമായ കരങ്ങളുണ്ട്. നമ്മളെ ബലപ്പെടുത്താനും കൂടെ നിൽക്കാനും ഉത്സാഹിപ്പിക്കുന്ന ഒരു വാക്ക് പറയാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കണ്ണുനീരൊഴുക്കുവാനും കൗൺസിൽ ചെയ്യുവാനും നമ്മെ തിരുത്തുവാനും ജീവിതം ക്രമീകരിപ്പാൻ നമ്മെ സഹായിക്കുവാനും എല്ലാം കൂടെ നിന്നവരുണ്ട്. ഹല്ലേലൂയ. അപ്പം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നമ്മൾ മറ്റുള്ളവരിലെ നന്മ കണ്ടെത്തുവാൻ ഇടയാവും. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. ഞാൻ ഈ പാസേജസ് നേരത്തെ കൊടുത്തില്ലായിരുന്നു. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. മതി. ഒറ്റ കാര്യം പിൻപറ്റാമെങ്കിൽ സുബോധമാകും വണ്ണം നമ്മൾ ഭാവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകത്തില്ല. ഭാവിക്കേണ്ടതിന് മീതെ നമ്മൾ ഭാവിച്ച് ഉയരുവാനിടയാവുകയാണ്. എനിക്ക് പങ്കിട്ട ഒരു വിശ്വാസമുണ്ട്, വിശ്വാസത്തിൻ്റെ ഒരു അളവുണ്ട്. അതുപോലെ സുബോധമാകും വണ്ണം ഞാൻ ഭാവിക്കണം. സ്തോത്രം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ സമയമെടുക്കണ്ട, ഞാനൊന്ന് പറയാം. നമുക്ക് പരിചിതമായ വാക്യങ്ങളാണ്. കർത്താവ് തന്നെ പറയുന്ന, സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സെയിങ്സിൽ വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പ്രശസ്തമായിട്ടുള്ള, മറ്റു പുറത്തുള്ള സെക്കുലർ വേൾഡിലും അനേകർ ഏറ്റുപറയുന്ന വാക്കുകളാണ്. ഇതുവരെ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും കയറാത്ത സെയിങ്ങും എന്തുവാ?
സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് നോക്കുക. അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കുന്ന ഈ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയുക, നീ വെടിപ്പായി. എത്ര പ്രായോഗികമായിട്ടുള്ള ടീച്ചിങ്സാണ് കർത്താവ് നൽകിയതല്ലേ. ക്രിസ്ത്യാനിറ്റി ഇത് മുഴുവൻ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ എന്ത് വ്യത്യസ്തമാകുമായിരുന്നു, സഭകൾ എന്ത് വ്യത്യസ്തമായിരുന്നു, ദൈവരാജ്യത്തിൻ്റെ പിക്ചർ, ലോകത്തിന് ലഭിക്കുന്ന പിക്ചർ എന്ത് വ്യത്യസ്തമാകുമായിരുന്നു. നമ്മളിപ്പോഴും സ്വന്തം കണ്ണിലിരിക്കുന്ന കോലോർക്കാതെ മറ്റുള്ളവരുടെ കരട് നോക്കി നടക്കുക, കണ്ണിലെ കരട് നോക്കി നടക്കുക. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് മറ്റുള്ളവരിലെ നന്മ കാണുവാൻ നമുക്കിടയാകണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. വാസ്തവത്തിലുള്ള ആത്മീക ദാരിദ്ര്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ we will spend time in prayer. We will spend time in prayer. എന്ന് പറഞ്ഞാൽ ഒരു ബഗറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തുവാ? ഒരു ഭിക്ഷാടനം ചെയ്യുന്ന ആളിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് സവിശേഷത, പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭിക്ഷയാചിക്കുക എന്നുള്ളതാണ്. എന്ന് പറയുന്നത് പോലെയാണ് നമുക്ക് ദൈവസന്നിധിയിൽ ആടുന്ന ചെല്ലും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ, ഭിക്ഷയായിട്ടല്ല നമ്മൾ യാചിക്കുന്നതെന്നൊക്കെ പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനത്തിൽ അതിന് വേറൊരു ആസ്പെക്റ്റാണ്, മറ്റൊരു ഭാഗമാണ് ഞാൻ ഈ പറയാൻ വരുന്നത്. പെർസിസ്റ്റൻ്റ് പ്രയറിനെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. മുട്ടിപ്പായിട്ടുള്ള പ്രാർത്ഥന, മടുത്തു പോകാതെയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചു. പ്രത്യേക ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്ന് ഇരിക്കട്ടെ, അവൻ അർദ്ധരാത്രിയിൽ അടുത്ത അയൽവക്കത്തി എന്നിട്ട് തൻ്റെ മറ്റൊരു സ്നേഹിതനോട് പറയുക, സ്നേഹിത, അർദ്ധരാത്രിയിൽ എൻ്റെ അടുക്കൽ ദൂരത്ത് നിന്നൊരു സ്നേഹിതൻ വന്നിരിക്കുന്നു, അവൻ്റെ പക്കൽ വയ്ക്കുവാൻ അവന് കൊടുക്കുവാൻ വിളമ്പുവാൻ എൻ്റെ പക്കൽ ഏതുമില്ല. അതുകൊണ്ട് നീ എനിക്ക് 3 അപ്പം വായ്പ തരണം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, അതൊക്കെ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള പാരബിൾസിൽ പെട്ടതാണ്. എന്നിട്ട് കർത്താവ് അവിടെ പറയുന്നൊരു കാര്യം നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുകയില്ല അല്ലേ. അവിടെ പറയുകയാണ്, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും, ശ്രദ്ധിക്കണേ, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. കർത്താവ് അവിടെ എംഫസൈസ് ചെയ്യുന്ന ആസ്പെക്റ്റ് എന്തുവാ? ലജ്ജ കൂടാതെ. അകത്തിന്ന് പറയുന്നത് എന്തുവാ? കതകടച്ചിരിക്കുന്നു, പൈതങ്ങൾ കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് നിവൃത്തിയില്ല. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പോഴും എന്ത് ചെയ്യുക? ലജ്ജ കൂടാതെ. എനിക്കിത് ഇത് ഫ്രഷായിട്ട് ഞാനിത് എപ്പോഴും പ്രസംഗിച്ചിട്ടൊക്കെയുള്ള ഭാഗങ്ങളാണ്. അതിനൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് ബിക്കോസ് ഓഫ് യുവർ ഷെയിംലെസ് ഒഡാസിറ്റി എന്ന്. അർത്ഥം മനസ്സിലാകും. നമ്മുടെ ഒഡാസിറ്റിക്ക് ഒരു ഷെയിംലെസ്നെസ് ഉണ്ടാകും. നമ്മുടെ ധൈര്യത്തിന് ഒരു ലജ്ജയില്ലായ്മ ഉണ്ടാവുക. എത്ര കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ലല്ലേ? മറുപടി കിട്ടാത്ത ഒരുപാട് പ്രാർത്ഥനകൾ. അപ്പം എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് പറയുന്നതല്ല. ലജ്ജ കൂടാതെ. സ്തോത്രം. പല ട്രാൻസ്ലേഷൻസ് പല വാക്കുകൾ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇമ്പോർച്യൂണിറ്റി എന്നാണ് കിങ് ജെയിംസ് വേർഷനിൽ പറയുന്നത്. നിരന്തരമായ. ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ പെർസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് ബൈബിളിൽ പറയുന്നത് ഷെയിംലെസ് ബോൾഡ്നെസ് എന്നാണ്. ഷെയിംലെസ്, നാണമില്ലാത്ത
ധൈര്യം. നമുക്കൊക്കെ ഒരു നാണമുണ്ടല്ലേ? ഒരു മനുഷ്യനോട് ഒരാവശ്യം പറഞ്ഞു, ഒരിക്കൽ പറഞ്ഞെന്നിരിക്കാം, 2 പ്രാവശ്യം പറഞ്ഞെന്നിരിക്കാം, കേട്ടില്ല എങ്കിൽ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, മറുപടി തന്നില്ലെങ്കിൽ നമുക്കൊരു ലജ്ജയുണ്ടാകും. എന്നാൽ ഒരു ഷെയിംലെസ് ഒഡാസിറ്റി. നമ്മൾ പ്രാർത്ഥിക്കുന്ന എത്ര വിഷയങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മളിലൊരു ഷെയിംലെസ് ഒഡാസിറ്റി ഉണ്ടാണ്. മനുഷ്യൻ്റെ അടുത്തല്ല, ദൈവത്തിൻ്റെ അടുത്ത് അല്ലേ? നിങ്ങൾ ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കത്രേ വേണ്ടത്. അവൻ ഭത്സിക്കാതെ തരും. അവൻ മാത്രമേ ഭത്സിക്കാതെ തരത്തുള്ളൂ. മറ്റു മനുഷ്യരെല്ലാം ഭത്സിക്കുന്നവരാ. ഒന്ന് പറഞ്ഞു, 2ാം പ്രാവശ്യം ചോദിച്ചു, ആവർത്തിച്ച് കഴിയുമ്പോൾ എല്ലാവരും അവരുടെ അനിഷ്ടം കാണിക്കും അല്ലേ? താല്പര്യമില്ലായ്മ കാണിക്കും. എന്നാൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ഒരുവനുണ്ട്. ലജ്ജ കൂടാതെ മുട്ടിക്കാൻ പറ്റണം. സ്തോത്രം. ഇന്ന് രാവിലെ ഞാനിനി മുന്നോട്ട് പോകാതെ എൻ്റെ വാക്കുകളെ അവിടെ അവസാനിപ്പിക്കാം. സ്തോത്രം. അല്പനിമിഷങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കാം. ഇന്ന് രാവിലെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്താ ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്? ഇന്ന് രാവിലെ കേട്ട കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. തെറ്റായിട്ടുള്ള മാതൃകകളെ സ്വീകരിപ്പാനല്ല, ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള മാതൃകകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ഇന്ന് രാവിലെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല നല്ല ഉദാഹരണങ്ങൾ, നല്ല നല്ല മാതൃകകൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. ഇന്ന് രാവിലെയും ആത്മീകമായിട്ട് നമ്മൾ ദാരിദ്ര്യത്തിലാണ് എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ ഒരു ഷെയിംലെസ് ഒഡാസിറ്റി നമുക്കുണ്ടാകും. നാണമില്ലാത്തൊരു ധൈര്യം. എനിക്ക് അവനോട് ചോദിക്കാനായിട്ട് ലജ്ജിക്കേണ്ട കാര്യമില്ല. മനുഷ്യനോടായിരുന്നുവെങ്കിൽ എന്നേ നമ്മുടെ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുമായിരുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ലജ്ജിക്കേണ്ട വിഷയമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അനേക വിഷയങ്ങൾ ഒരുപക്ഷെ ചോദിച്ചും പ്രയാസപ്പെട്ടും ഒക്കെ ഇന്ന് രാവിലെ ഒരുപക്ഷെ ആയിരിക്കുന്നവർ കണ്ടേക്കാം. കർത്താവിനോട് ഇന്ന് രാവിലെ എത്ര പേര് പറയും, കർത്താവേ, ആ ഒരു ഷെയിംലെസ് ബോൾഡ്നെസ് എനിക്ക് തരണമേ കർത്താവേ. ഹല്ലേലൂയ. നിന്നോട് യാചിച്ചു കൊണ്ടിരിക്കാൻ. സ്നേഹിതനാകൊണ്ട് തരുന്ന ആസ്പെക്റ്റ് അല്ല ഇവിടെ പറയുന്നത്, അത് വേറെ തലത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് സ്നേഹിതനാകൊണ്ട് കൊടുക്കുന്നതിനെ കുറിച്ചല്ല. പ്രത്യുത ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം അവൻ എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം അവന് കൊടുക്കും. ഇന്ന് രാവിലെ നമുക്ക് അനിവാര്യമായ ദൈവത്തിന് സ്തോത്രം അനേക ഉത്തരങ്ങളുണ്ട്. ഇന്നലെയും എല്ലാം ഈ ഭാഗം ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം വീണ്ടും അതിൽ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ വിഷയം ഇങ്ങനെ ആവർത്തിച്ച് മനസ്സിലേക്ക് വരുവാനിടയായിത്തീർന്നു. എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല. അവനോട് ചോദിക്കുവാൻ, അവൻ്റെ മുമ്പിൽ നിലവിളിക്കുവാൻ, അവൻ്റെ മുമ്പിൽ കരയുവാൻ, തകർച്ചയോടെ പ്രാർത്ഥിപ്പാൻ, അവൻ്റെ മുമ്പിൽ വീണ് കിടന്ന് പ്രാർത്ഥിപ്പാൻ ഒന്നും എനിക്ക് ലജ്ജിക്കേണ്ട കാര്യമില്ല. ലജ്ജയില്ലാതെ മുട്ടിക്കുവാൻ നമുക്ക് കഴിയും. ഇന്ന് രാവിലെ നമുക്ക് അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. നമ്മുടെ ആത്മീകമായിട്ടുള്ള ദാരിദ്ര്യം തിരിച്ചറിയുവാൻ നമ്മുടെ അകക്കണ്ണുകളെ തുറക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ